ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം ഉയർത്തി നാട്ടുപെരുമയെത്തി 7 കരകളുടെ അതിരുവരെ. കോട്ടയം ജില്ലയിൽ നിന്ന് ഫെറി മാർഗമാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിലെത്തിയത്. തവണക്കടവിൽ ഫെറി ഇറങ്ങുന്നത് 6 മണിയോടുകൂടിയാണ്. ആദ്യം പോലീസ് കൈകാര്യം ചെയ്തത് മാധ്യമത്തിൻ്റെ ഫോട്ടോഗ്രാഫർ മനുവിനെയാണ്. എന്താ മനു എന്ന് സംഭവിച്ചത്? ഞാൻ തവണക്കടവിൽ നിന്ന് അരൂരിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം തന്നെ പോവുമായിരുന്നു. അപ്പോൾ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന് ഓപ്പോസിറ്റ് വെച്ച് ഞാൻ പൈലറ്റ് വാഹനത്തിലേക്ക് നോക്കിയപ്പോൾ അവരുടെ പറഞ്ഞു മുന്നോട്ട് കയറരുത് എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയപ്പോൾ ഒരു ചേർത്തല DYSPയുടെ വാഹനം കുറുകെ കൊണ്ടുവന്നിട്ടിട്ട് എന്നെ ആദ്യം തെറി പറയുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ID കാർഡ് കാണിച്ചിട്ട് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ വണ്ടി തള്ളി താഴ്ത്തിട്ട് ഞാൻ വണ്ടി എടുക്കാനുള്ള ധൃതിയിൽ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കോളറിൽ പിടിച്ച് മാറ്റിയിട്ട് ആ വണ്ടി തിരികെ സ്റ്റാൻഡ് കെട്ടിയിട്ട് താഴത്തോട്ട് ഇടുമായിരുന്നു ചെയ്തത്. മുഖ്യമന്ത്രി തിരിച്ച് ആ പരിപാടി കഴിഞ്ഞിട്ട് ചേർത്തലയ്ക്ക് പോകാൻ നേരത്തെ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. താക്കോൽ നാട്ടിൽ കയറാൻ. ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമാണ്. മുഖ്യമന്ത്രി ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എന്നാൽ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കണ്ടു കഴിഞ്ഞ വീഡിയോയിലുള്ള തോമസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് ആരോഗ്യം? ഈ ആക്രമണം കഴിഞ്ഞതിന് ശേഷം ശാരീരികമായ ഒരു അസ്വസ്ഥതയുണ്ട്. തലയിലാണ് പ്രധാനമായും പരിക്കേറ്റത്. തലയിൽ പരിക്കേറ്റു, ഇവിടെ സ്റ്റിച്ചുണ്ട്. പിന്നെ ഇവിടെ ഒരു മുറിവുണ്ട്, അത് സ്റ്റിച്ച് ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കയ്യിലും മുതുകിലും കാൽമുട്ടിനുമൊക്കെ അടിയേറ്റിരുന്നു. ഞങ്ങൾ വളരെ സമാധാനപരമായി ഒരു പ്രതിഷേധം ഉയർത്തുക, അതും തീർത്തും ജനാധിപത്യപരമായിരിക്കണമെന്നുള്ള ഒരു നിർബന്ധം ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പ്രതിഷേധം നടത്തി അവിടെ ഉണ്ടായിരുന്ന പോലീസ് പിടിച്ചു മാറ്റുമ്പോൾ വളരെ സ്നേഹത്തോടെ തന്നെ നമ്മൾ അവരോട് സഹകരിച്ച് മാറിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ശ്രീ അനിൽ ആദ്യത്തെ അടി എൻ്റെ തലയുടെ പുറകിലാണ് അടിക്കുന്നത്. റജീവ് അലി എന്നെന്തോ പേരുള്ള ഒരു DYFI നേതാവ്, അദ്ദേഹമാണ് നിന്നെ പിന്നെ കണ്ടോളാം എന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ജീവൻ രക്ഷാസേന രക്ഷിച്ച യൂത്ത് കോൺഗ്രസ് നേതാവും ഭിന്നശേഷിക്കാരനുമായ അജ്മോൻ കണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു DYFIയുടെ രക്ഷാപ്രവർത്തനം? നിങ്ങളെല്ലാവരും കണ്ടു കാണും, എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. ഞാൻ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന സമയത്ത് DYFIയുടെ ഗുണ്ടാ സംഘം എന്ന് തന്നെ പറയണം. കാരണം അവർ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ടീഷർട്ടാണ് ഇട്ടിരുന്നത്. അവർ വന്നിട്ട് പിറകിലൂടെ എന്നെ മർദ്ദിക്കുകയാണ് ചെയ്തത്. ഈ വികലാംഗനെതിരായി കറുത്ത കൊടിയും കൊണ്ട് നടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വികലാംഗൻ്റെ വടിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് പോലെ മർദ്ദനത്തിന് വരുന്ന അവസരത്ത് കാലുണ്ടോ കൈയുണ്ടോ എന്നൊന്നും ആരെങ്കിലും നോക്കുമോ? ഈ സർക്കാർ എൻ്റെ ഒരു പ്രഖ്യാപിത നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്നുള്ള ഒരു ക്യാപ്ഷൻ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ആ LDFൻ്റെ കൺവീനർ പറയുന്നതിൽ എന്ത് മാനുഷികതയാണുള്ളത്. ഭിന്നശേഷിക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ട് വീടുകളിൽ ഇരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. നവകേരള സദസ്സിന്റെ ടീഷർട്ട് ധരിച്ച CPM പ്രവർത്തകർ കായംകുളത്തെ ഒരു വ്യാപാരിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അരുണിന്റെ നേതൃത്വത്തിലായിരുന്നു അടിഞ്ഞാട്ടം. സാമ്പത്തിക ഇടപാടുകളിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. നവകേരള ഇടി ഇനിയും കൊള്ളേണ്ടെന്ന് കരുതിയാകണം പ്രതികരിക്കാൻ വ്യാപാരി തയ്യാറായില്ല. ജനകീയ മന്ത്രിസഭ ജനങ്ങൾക്കൊപ്പം. സംഭവമൊക്കെ നല്ലതാണ്, പക്ഷേ അത് സാധാരണക്കാരുടെ മെക്കിട്ട് കയറാനുള്ളതല്ലെന്ന് സ്വന്തം പാർട്ടിക്കാരെയും പോലീസുകാരെയും പറഞ്ഞ് മനസ്സിലാക്കണം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.